കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മാനസികമായി സംഘർഷങ്ങളില്ലാത്തതായി ആരാണ് ഉള്ളത് ഈ ലോകത്ത്? സംഘർഷങ്ങളുടെ നീരാളിപ്പിടുത്തത്തിലാണ് ലോകം തന്നെ. മനുഷ്യ മനസ്സുകൾക്കാണെങ്കിൽ ടെൻഷൻ ഒഴിഞ്ഞ നേരവുമില്ല. ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ ഓരോരോ സമ്മർദ്ദങ്ങൾ മിക്ക ആളുകളെയും വരിഞ്ഞു മുറുക്കുന്നു. സാമ്പത്തിക വൈഷമ്യങ്ങൾ, തെറ്റുകൾ ചെയ്യാതെ തന്നെ കുരുക്കുകളിൽ അകപ്പെടുന്നത്, കാരണമുണ്ടായിട്ടും അല്ലാതെയും തെറ്റിദ്ധരിക്കപ്പെടുന്നത്, ആത്മാർത്ഥമായി സ്നേഹിച്ചവർ അകലുന്നത്, രോഗങ്ങൾ, അതുപോലെ തന്നെ സന്താനക്ലേശം, ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാണ്ട് വരിക, പ്രിയപ്പെട്ടവരുടെ വേർപാട് തുടങ്ങി പലതരത്തിലും മിക്കവരും നീറി കഴിയുകയാണെന്ന് ഏവർക്കും അറിയാമല്ലോ. ഇവയെല്ലാം തന്നെ നമുക്ക് മാനസികമായ ഒരുപാട് സമ്മർദ്ദങ്ങളെ ഏർപ്പെടുത്തുന്നു. ഇവ നമ്മെ ആവശ്യമില്ലാത്ത ഭീതികളിലേക്കും ദുർചിന്തയിലേക്കും നയിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയില്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യും. ഇതിനെല്ലാം അതിജീവിച്ച് ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ സമ്മർദ്ദങ്ങൾ കൂടാതെ കാര്യങ്ങളെ സമീപിക്കാൻ ആകണം. അതിന് കരുത്തുള്ള ഏത് പ്രതിസന്ധിയിലും പതറാത്ത ഒരു മനസ്സാണ് ആദ്യം വേണ്ടത്. അങ്ങനെയുള്ള ഒരു ശക്തി ആർജിക്കാൻ ഉറച്ച ഈശ്വരവിശ്വാസം ഉണ്ടാക്കേണ്ടതാണ്. എന്ത് ആപത്തുണ്ടായാലും വെല്ലുവിളി ഉയർന്നാലും നമ്മുടെ ഭഗവാൻ നമ്മെ കാത്തു രക്ഷിക്കുമെന്നുള്ള ബോധം ആർജിക്കേണ്ടതാണ്. നിരന്തരമുള്ള പ്രാർത്ഥന, ക്ഷേത്രദർശനം, വഴിപാടുകൾ എന്നിവ വഴി നിഷ്പ്രയാസം നമുക്കതിന് സാധിക്കും. വഴിപാടുകൾ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ചെയ്താൽ മതിയാകും. എല്ലാറ്റിലും ഉപരി നമ്മൾ ഭഗവാനിൽ മനസ്സർപ്പിക്കുന്നതിന് അഥവാ മനസ്സുറപ്പിക്കുന്നതിന് ഏറ്റവും അഭികാമ്യമാണ് നാമജപം. പണ്ടുകാലം മുതലേ ഭയം വരുമ്പോൾ അർജുനൻ്റെ 10 നാമങ്ങൾ ചൊല്ലാൻ മുതിർന്നവർ കുട്ടികളോട് ആവശ്യപ്പെടാറുണ്ട്. നമ്മളും ഭയമോ പ്രതിസന്ധികളോ വരുമ്പോൾ അർജുനനെയാണ് സ്മരിക്കുന്നതെങ്കിൽ ഈ അർജുനന് അപകടം നേരിട്ടപ്പോൾ സഹായിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണസ്വാമി രക്ഷിക്കും. അത്രമാത്രം ആശ്രിതവത്സലനാണ് ഭഗവാൻ. സ്മരിക്കുന്ന മാത്രയിൽ ഏതൊരു ഭക്തൻ്റെയും രക്ഷയ്ക്ക് ഭഗവാൻ ഓടിയെത്തും. നമ്മുടെ എല്ലാ വിഷമങ്ങളും ശ്രീകൃഷ്ണ ഭഗവാൻ, അതായത് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ കാണുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഞാൻ കൃഷ്ണൻ്റെ ആശ്രിതനാണ് എന്ന് പ്രാർത്ഥിച്ച് അഖിലാണ്ട ബ്രഹ്മവും വഹിക്കുന്ന ഭഗവാനിലേക്ക് മണൽത്തരിയായെങ്കിലും അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുക. ഇതോടൊപ്പം എന്നും രാവിലെ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ശ്രീകൃഷ്ണ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഈ മന്ത്രം കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കേണ്ടതാണ്. നിത്യവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സകല ടെൻഷനും അകന്ന് നമ്മുടെ മാനസിക സമ്മർദ്ദവും കുറഞ്ഞ് നാം ഭഗവാനിലേക്ക് ലയിച്ച് വളരെയധികം സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരായി തീരുന്നതാണ്. ശ്രീകൃഷ്ണ മന്ത്രം ഇപ്രകാരമാണ്: ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഈ മന്ത്രം നാം ഏവരും 108 തവണ ദിവസവും ജപിക്കേണ്ടതാണ്. നമ്മുടെ സകലവിധമായ മാനസിക സംഘർഷങ്ങളും ഭഗവാൻ അകറ്റിത്തരുന്നതാണ്. ഈ 108 പ്രാവശ്യം ജപിക്കുന്നതിന് നിങ്ങൾ പൂജാമുറിയിൽ തന്നെ തങ്ങണമെന്നില്ല. നിങ്ങളുടെ ദൈനംദിന ജോലികൾക്കിടയിൽ മനസ്സിൽ ജപിച്ചാലും ധാരാളമായി ഭഗവാൻ കേൾക്കുന്നതാണ്. പ്രകാരമുള്ള ഭഗവത് സ്മരണയിലൂടെ നമുക്കേവർക്കും എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും മോചനം നേടി വളരെയധികം സമാധാനത്തോടു കൂടി വർത്തിക്കാവുന്നതാണ്. ഏവർക്കും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.